ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിന്റെ തുടക്കത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കൊണ്ട് അഭിക് ചാറ്റർജി ചുമതലയേറ്റത്. പിന്നീട് ക്ലബിനകത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. ഡയറക്ടറായ നിഖിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരിക എന്ന ഒരു ചുമതല കൂടി അഭികിനുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. സ്കിൻ കിസ് പ്രധാനമായും വിദേശ താരങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏതായാലും അഭിക് ചാറ്റർജി വന്നതിന്റെ മാറ്റം നമുക്ക് വളരെയധികം പ്രകടമാണ്. അദ്ദേഹം വന്നതിന് ശേഷം ചില സുപ്രധാന സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് 6 താരങ്ങളെ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. വികാസ് യുമ്നത്തെ കൊണ്ടുവന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിരോധ നിര ശക്തിപ്പെടുത്താൻ വികാസിന്റെ വരവോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രതിരോധ നിരയിലേക്ക് മറ്റൊരു ഇന്ത്യൻ താരമായ അമേയ് റണവാഡയെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സീസണിലാണ് അദ്ദേഹം ജോയിൻ ചെയ്യുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് അർഷ് അൻവർ ഷെയ്ഖിനെ കൂടി ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ട്. മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറാണ് അദ്ദേഹം. അടുത്ത സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഡുഷാൻ ലഗാത്തോറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ക്ലബ്ബ് സൈൻ ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് സ്പാനിഷുകാരനായ സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അടുത്ത സീസണിലാണ് അദ്ദേഹം ക്ലബിന് വേണ്ടി കളിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ എഡ്മണ്ടിനെ കൂടി ക്ലബ്ബ് സ്വന്തമാക്കുകയാണ്. ഇന്റർ കാശിയുടെ താരമാണ്, ഇന്ത്യൻ മുന്നേറ്റ നിര താരമാണ് എഡ്മണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണ് എന്നുള്ള കാര്യം 19 സ്റ്റോപ്പേജ് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളെ അല്ലെങ്കിൽ മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അഭിക്കിന്റെ ഒരു വരവ് ഇവിടെ മുതൽക്കൂട്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വരുന്ന സമ്മറിലും കാര്യമായ മാറ്റങ്ങൾ അഭിക്ക് നടത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.